സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 2 ചെറിയ ചിക്കനാണ് കേട്ടോ. ഇത് കടകളിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് ഇച്ചിരി വിനീഗർ ഒഴിച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് പോയി കിട്ടും. വീട്ടിൽ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇതിന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു നെറ്റിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. കാരണം ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളയുക. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, ഒരുപാട് മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലോ കുറച്ചോ ഇടാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ, അതായത് 5 ml നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. പുളിയില്ലാത്ത കട്ടത്തൈര് 2 സ്പൂണ്. പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് എടുക്കണം. കാരണം ഒരുപാട് പുളിയായ കറിയുടെ ടേസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലേക്കായിപ്പോവും. ഇനി ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് നല്ലപോലെ തിരുമ്മി ഈ മസാല ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും പിടിക്കാൻ പാകത്തിന് നമ്മൾ തിരുമ്മി കൊടുക്കണം. ഇങ്ങനെ തിരുമ്മി വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം മറന്നുപോയത്. എന്താണെന്നോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടില്ല. അത് നിങ്ങൾ ഗാർലിക്കും ജിഞ്ചറും ചുമ്മാ ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി. പേസ്റ്റ് പോലെ ആക്കി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സമയം ഏറ്റവും എളുപ്പമാക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടികളൊക്കെ ചേർത്തില്ല, ആ സമയത്ത് ചേർക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയിട്ടാണ് കേട്ടോ അവസാനം ചേർത്ത്. എന്തായാലും നമ്മൾ ഓർത്തതുകൊണ്ട് ചേർത്തു. ഇനിയും ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റണം അത്രയും നേരം ഒന്നല്ല ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓവർനൈറ്റൊക്കെ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമേലേക്ക് നല്ലപോലെ ഉപ്പ് പിടിക്കും. ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിയുമ്പോൾ തൊട്ട് നാക്കത്ത് വെച്ച് നോക്കണം ഉപ്പ് കറക്റ്റാണോ എന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഞാനിത് ബട്ടറിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പം അതിനൊരു പ്രത്യേക രുചിയുണ്ട്. ബട്ടർ കയ്യിലുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾ ഏത് ഓയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറി ലീവ്സ് അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് ഈ ബട്ടറിൽ കിടന്ന് അങ്ങ് മൊരിഞ്ഞ് വന്നിരുന്ന് നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നമ്മൾ മീൻ വറക്കണ പോലെ തന്നെ ഒരു ലെയറിൽ പരത്തിയിട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. കാരണം കണ്ട ചിക്കൻ്റെ ഇതിന്മേന്നൊക്കെ വിട്ട് ബോണുമേന്നൊക്കെ ഫ്ലഷ് വിട്ട് നിൽക്കണമുണ്ടോ, അതാണ് അതിൻ്റെ പാകം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടിയിട്ടിട്ട് വേവിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തുറന്നിട്ടിട്ട് എണ്ണ തെളിയണ വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, താഴ്ഭാഗം ബ്രൗൺ കളറായി. ഇതുപോലെ നമ്മൾ എല്ലാ പീസുകളും മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ 2 വശവും കരിഞ്ഞു പോകാതെ കൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ നമുക്ക് വേറൊരു ഞാനിത് പകുതി ഇട്ടിട്ടുള്ളൂ. സെക്കൻഡ് ട്രിപ്പും കൂടിയിട്ട് നമുക്കിതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് വറുത്തതെല്ലാം നമുക്കൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് കോരി മാറ്റാം. സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ഇത്രയും തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇതുപോലെ തന്നെ ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ട്രിപ്പ് വറുത്ത് കോരിയെടുക്കാം. ഇത്രയും രുചികരവും ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നിങ്ങൾ എനിവേ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കത്രയല്ലേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കും അതുപോലെ തന്നെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ കൊച്ചു പിള്ളേരുണ്ട്, 5 വയസ്സുള്ള കൊച്ചു വരെയുണ്ട്. അപ്പോൾ 2 വയസ്സ് 5 വയസ്സുള്ള കൊച്ചൊക്കെ വരെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പാകത്തിന് ഞാൻ എരിവും ബാക്കിയുള്ള മസാലകളെല്ലാം കുറച്ചിട്ടാണ് ഇട്ടേക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഏത് കറിക്ക് നമ്മൾ കൂടുതൽ മസാല ചേർക്കുമ്പോൾ മസാലയുടെ ടേസ്റ്റൊക്കെ കയറി വരുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ്റെയും മട്ടൻ്റെയും ഒന്നും ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മസാലകൾ എപ്പോഴും കുറച്ചിടുക. ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെ എനിക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.